എല്ലാവർക്കും നമസ്കാരം. ടോപ്പ് 1 UK അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ഇന്ന് എല്ലാ രാജ്യങ്ങളും തന്നെ വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. അനധികൃത കുടിയേറ്റക്കാരുടെ വരവ് മൂലം വലിയ നിയമമാറ്റങ്ങളാണ് പല രാജ്യങ്ങളും എടുത്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ UK-യിലും ഇപ്പോൾ പല രീതിയിലുള്ള നിയമമാറ്റങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. തലസ്ഥാനമായ ലണ്ടനിൽ താമസിക്കുന്ന 12 പേരിൽ ഒരാളെങ്കിലും അനധികൃത കുടിയേറ്റക്കാരാണെന്ന് ഞെട്ടിക്കുന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. തലസ്ഥാനത്തെ ക്രമരഹിതമായ ജനസംഖ്യ അനുപാതത്തെക്കുറിച്ച് തേംസ് വാട്ടർ നടത്തിയ ഔദ്യോഗിക പഠനത്തിലാണ് 1/2 മില്യണിലേറെ അനധികൃത കുടിയേറ്റക്കാരുണ്ടെന്ന് തിരിച്ചറിഞ്ഞത്. സ്ഥാപനത്തിൻ്റെ സേവനങ്ങൾ രഹസ്യമായി ഉപയോഗിക്കുന്ന ആളുകളെ കണ്ടെത്താൻ ലക്ഷ്യമിട്ടാണ് അന്വേഷണം നടത്തിയത്. ഡിമാൻഡ്സ് അനുസരിച്ച് സേവനങ്ങൾ മെച്ചപ്പെടുത്താൻ നടത്തിയ നീക്കങ്ങളാണ് അനധികൃത കുടിയേറ്റക്കാരുടെ തോത് എത്രത്തോളം ഉണ്ടെന്ന് പുറത്തു കൊണ്ടുവരാൻ സഹായിച്ചത്. ദേശീയ തലത്തിൽ അനധികൃത കുടിയേറ്റക്കാരുടെ എണ്ണവും ഇതര വിദേശ പൗരന്മാരുടെ നാഷണൽ ഇൻഷുറൻസ് രജിസ്ട്രേഷനും പഠിച്ചാണ് ഗവേഷണം നടത്തിയത്. പഠനം അനുസരിച്ച് ഏറ്റവും കുറഞ്ഞത് 3,90,355 പേരെങ്കിലും ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ഉയർന്നത് 5,85,533 പേരെങ്കിലും ഉണ്ടെന്നും പുറത്തു വരുന്നു. UK-യിലെ ജോലിക്കും പഠിക്കാനും സന്ദർശക വിസകളിലും എത്തിയവരാണ് കാലാവധി കഴിഞ്ഞും ഇവിടെ അനധികൃത കുടിയേറ്റക്കാരായി തങ്ങുന്നത്. ടെലിഗ്രാഫിൽ ലഭിച്ച റിപ്പോർട്ട് പ്രകാരം UK-യിൽ 1 മില്യണിലേറെ അനധികൃത കുടിയേറ്റക്കാരുണ്ടെന്നാണ് കണ്ടെത്തൽ. ഇതിൽ 60% ഇംഗ്ലണ്ടിൻ്റെ തലസ്ഥാനത്ത് തന്നെ. UK-യിലെ അനധികൃത കുടിയേറ്റക്കാരുടെ കണക്ക് രേഖപ്പെടുത്തുന്ന കൃത്യമായ ഡാറ്റ ഹോം ഓഫീസ് പ്രസിദ്ധീകരിക്കാറില്ല. 2018 മുതൽ UK-യിലേക്ക് എത്തുന്ന അനധികൃത ചാനൽ കുടിയേറ്റക്കാരുടെ എണ്ണം മാത്രമാണ് പുറത്തുവിടാറുള്ളത്. UK-യിൽ താമസിക്കാൻ അവകാശമില്ലാത്തവർ ലണ്ടനിൽ വളരെ കൂടുതലായി കാണപ്പെടുന്നത് സുരക്ഷാ ഏജൻസികൾക്കും വലിയ തലവേദനയായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള നിയമമാറ്റമാണ് UK-യും കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. ഈ അനധികൃത കുടിയേറ്റക്കാരെ രാജ്യത്തു നിന്നും പുറത്താക്കുവാനുള്ള എല്ലാ നടപടികളും എത്രയും പെട്ടെന്ന് എടുക്കുമെന്ന് പുതിയ ഗവൺമെൻറ്റും അറിയിച്ചിട്ടുണ്ട്. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുവാനായി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതൊന്ന് ലൈക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.